ബിഗ് ബോസ് കാണാറുണ്ടോ? കരഞ്ഞിട്ട് എനിക്ക് പോണം എന്ന് പറയുന്നത് വീട്ടിലേക്ക് വരിക. അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അമ്മ ഇറങ്ങി വരികയാണെങ്കിൽ എന്താ ചെയ്യാ? ഇങ്ങോട്ട് വരും, നേരെ അവിടെ പോയാ. ഇനി അമ്മ ഗെയിം ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ട്രാറ്റജി എടുക്കണം എന്ന് തോന്നി എന്തെങ്കിലും സ്ട്രാറ്റജി? കളിക്കുമ്പോൾ നല്ലപോലെ കളിക്കുക, അതിനായിട്ട് കളിക്കാത്ത ഇപ്പൊ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടല്ലോ. അല്ല, അമ്മ പുറത്തുള്ള നെഗറ്റീവിനേക്കാൾ അകത്ത് ചിലപ്പോൾ കുറച്ചുകൂടി പോസിറ്റീവായി. ഏണു ചേച്ചിക്ക് ഏറ്റവും കോമ്പറ്റീവ് ആണെന്ന് തോന്നുന്ന ആരാ അവിടെ? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാ? നെവിൻ. ഇപ്പോൾ ഏകദേശം ഒരു 17-18 ദിവസമായി ബിഗ് ബോസ് തുടങ്ങിയിട്ട്. ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? ഈ ദിവസത്തെ ഗെയിം വെച്ചിട്ട് ഇനി അമ്മ ഗെയിം ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ട്രാറ്റജി എടുക്കണം എന്ന് തോന്നി എന്തെങ്കിലും സ്ട്രാറ്റജി? കളിക്കുമ്പോൾ നല്ലപോലെ കളിക്കുക, അതിനായിട്ട് കളിക്കാത്ത. എന്നാൽ ഏറ്റവും ഇഷ്ടം ഫസ്റ്റ് ആരെയാ? കിച്ചു ചേട്ടായി. ഫസ്റ്റ് കിച്ചു ചേട്ടായി. കിച്ചു ചേട്ടായി എന്താ തന്നെ? ഉടുപ്പ്. അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? കാണാതിരിക്കുമ്പോ വിഷമം തോന്നുന്നുണ്ടോ? അമ്മയുടെ നന്നായിട്ട് ഗെയിം കളിക്കണം എന്ന് എങ്ങനെയാ പറയാ? നല്ലതായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ്, ഹലോ. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ രേണു ചേച്ചിയുടെ വീട്ടിലാണ്. കിച്ചൺ എന്താ പറയാ? ബിഗ് ബോസ് കാണാറുണ്ടോ? എല്ലാ ദിവസവും കാണാറുണ്ട്. എങ്ങനെയാ അമ്മയുടെ ഗെയിമൊക്കെ ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് കളിക്കുന്നുണ്ടോ? ഈ 100 ഡേയ്സ് പോകുന്നു തോന്നുന്നുണ്ടോ? എങ്ങനെയാ നോക്കാം. സപ്പോർട്ടാണോ? വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാ? അമ്മയെന്ന നിലയിൽ രേണു ചേച്ചി പറയണ്ട. നെവിൻ. എന്താ കാരണം? എന്റർടൈൻമെന്റ് ആണ്, നല്ല എന്റർടൈൻമെന്റ് ആണ്. അപ്പം നമ്മുടെ രേണു ചേച്ചിക്ക് ഏറ്റവും കോമ്പറ്റീവ് ആണെന്ന് തോന്നുന്ന ആരാ അവിടെ? ഒരു എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ കാണും, അത്ര വലുതായിട്ടൊന്നും കാണാറില്ലല്ലേ? ബിഗ് ബോസ് ഫാനല്ല, മുമ്പേ കാണാറില്ല. ഇപ്പം അമ്മ വന്നതുകൊണ്ട് മാത്രമാണ് ചെറുതായിട്ട് കാണുന്നത്. ഇപ്പോ ഏകദേശം ഒരു 17-18 ദിവസമായി ബിഗ് ബോസ് തുടങ്ങിയിട്ട്. ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ മിസ്സിംഗ് ആയിട്ടൊന്നും തോന്നില്ല. ഞാൻ പഠിക്കാനായിട്ട് ഓൾറെഡി അവിടെ ആണല്ലോ നിൽക്കുന്നത്, അധികം കാണാറില്ല. ഈ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു പ്രൊമോയിൽ കണ്ടതാ, ചേച്ചി ലൈവിൽ കണ്ടതാ, ചേച്ചി കരഞ്ഞിട്ട് എനിക്ക് പോണം എന്ന് പറയുന്നത്, വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അമ്മ ഇറങ്ങി വരികയാണെങ്കിൽ എന്താ ചെയ്യാ? ഇങ്ങോട്ട് വരും, നേരെ അവിടെ പോയാ. ഈ ദിവസത്തെ ഗെയിം വെച്ചിട്ട് ഇനി അമ്മ ഗെയിം ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ട്രാറ്റജി എടുക്കണം എന്ന് തോന്നി എന്തെങ്കിലും സ്ട്രാറ്റജി? ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കാണാറില്ല. എങ്കിലും കളിക്കുമ്പോൾ നല്ലപോലെ കളിക്കുക, അതിനായിട്ട് കളിക്കാത്ത. ഇപ്പൊ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടല്ലോ. അല്ല, അമ്മ പുറത്തുള്ള നെഗറ്റീവിനേക്കാൾ അകത്ത് ചിലപ്പോൾ കുറച്ചുകൂടി പോസിറ്റീവായി. കുറെ ഫാൻസ് വരാൻ തുടങ്ങി, കണ്ടോ? നല്ലതല്ലേ? നെഗറ്റീവ് നിൽക്കുന്നതാണോ? അല്ല, അത് കണ്ടപ്പോ സന്തോഷമില്ലേ തോന്നി? നല്ലത്. ചേച്ചിക്കോ? എറുതപ്പ അമ്മയെ കണ്ടിട്ട് ഇപ്പൊ എത്ര ദിവസമായി? എറുതപ്പ 3 ആയല്ലോ മക്കളെ. 18 ദിവസമായടാ. അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? കാണാതിരിക്കുമ്പോ വിഷമം തോന്നുന്നുണ്ടോ? ഉണ്ടോ? അമ്മയുടെ നന്നായിട്ട് ഗെയിം കളിക്കണം എന്ന് എങ്ങനെയാ പറയാ? നല്ലതായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അമ്മ ഇനി 100 ദിവസം കഴിഞ്ഞിട്ട് അമ്മേനെ കാണാൻ പറ്റൂ? കാണാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യാ? അത്രയും ദിവസം കാണാതിരിക്കണ്ടേ? ടി വി കണ്ടാ മതിയോ? ആണോ? ഇന്നാ മൃതപ്പന്റെ ബർത്ത്ഡേ ആണെന്ന് അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാവോ? ഉണ്ടാവോ അല്ലേ? എങ്ങനെയുണ്ട് ചേച്ചി റേഡിയോ ചേച്ചിന്റെ ഗെയിമൊക്കെ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ടോ? ഈ ഇടയ്ക്ക് കരയുന്നൊക്കെ കണ്ടപ്പോ എന്താ തോന്നി? സങ്കടം തോന്നി. അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടോ ഗെയിമൊക്കെ? കുഴപ്പമില്ല.
ഈ വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് അതിനുള്ളിൽ നിൽക്കുന്നേ? അതെ. ആണ്. നമുക്കറിയില്ലല്ലോ നിങ്ങൾ ഒരുമിച്ച് വളർന്നത്. അങ്ങനെ തന്നെയാണ്. 100 ദിവസം പോകും തോന്നണ്ടോ? അറിയത്തില്ല. അറിയില്ല. ഇപ്പൊ തൊണ്ട് ലാസ്റ്റ് ആയിട്ട് കണ്ടൊരു നമ്മുടെ ഒരു എപ്പിസോഡില് ചേച്ചിക്ക് പുറത്ത് വരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എന്താ തോന്നിയേ? അറിയത്തില്ല. ഒന്നും അതാ ഒരാള് ഗിഫ്റ്റുമായിട്ട് വന്നിട്ട് റിതപ്പന് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് റിതപ്പ. എന്തോ വേണം. ഇഷ്ടപ്പെട്ടോ റിതപ്പ? താങ്ക്സ് പറഞ്ഞേ. താങ്ക്സ്. കേക്ക് കൊടുക്കും. മുട്ടായി കൊടുക്കുന്നില്ലേ? വലിയ കേക്ക് മിഠായി എടുത്തോളൂ. എടുത്തു കൊടുക്ക്. അപ്പം റിതപ്പ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ് പറ. താങ്ക്സ്. ഗിഫ്റ്റ് വേണ്ടേ? ഇഷ്ടപ്പെട്ടോ? കേക്ക് കിട്ടില്ല കേട്ടോ എനിക്ക്. കേക്ക് തന്നില്ല. ഇതെന്തിനാ? സംസാരിക്കാനാ? കേക്ക് എന്തെങ്കിലും ഞാൻ ഇടിയോടെ കേക്ക് ഉണ്ട്, ഞാൻ അത് തരാം. തന്നു വിടുവോ എനിക്ക്? ആ തന്നു വിടുവോ? ശരിക്കും തരുവോ? ആ പിന്നെ നിനക്കൊന്നും കിട്ടില്ല. കുഴപ്പമില്ല. ഞാൻ ഡെലിവറി അത് മതിയോ? വേറെ ഗിഫ്റ്റ് കിട്ടിയോ? ഇഷ്ടം ആരൊക്കെ ഗിഫ്റ്റ് തന്നേ? രമ്യാച്ചനും കിച്ചു ചേട്ടായി. കിച്ചു ചേട്ടായി എന്താ തന്നേ? ഉടുപ്പ്. ഉടുപ്പ് തന്നോ? അതാണോ ഇട്ടേക്കുന്നേ? അല്ല, വേറെ. വേറെ ആണോ? ആ. ഇനി അതിട്ടിട്ട് എവിടെയാ പോകുന്നത്? കിച്ചു ചേട്ടായി തന്നെ ഉടുപ്പ് ഇട്ടിട്ട് നാളെയാ ഉടുപ്പിടുന്നത്. നാളെ ആണോ ഉടുപ്പിടുന്നേ? ആ കിച്ചു ചേട്ടായി വന്നിട്ട് എവിടെയൊക്കെ കൊണ്ടുപോയി റിതപ്പനെ? കടയിൽ കൊണ്ടുപോയി. കടയിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്താ മേടിച്ചെന്നീ? അപ്പോട്ടെ റിതപ്പൻ എത്ര വയസ്സായി ഇന്ന്? 6. വലിയ കുട്ടിയായല്ലോ. ആണോ? ആ അമ്പോ. ഇന്ന് അനിയന്റെ ബർത്ത്ഡേയാ. അപ്പൊ എന്താ തോന്നുന്നേ? എന്റെ ബർത്ത്ഡേ. കോമഡി പറയല്ലേ. ഗിഫ്റ്റ് കൊണ്ട് വന്നു. എപ്പോഴാ വന്നേ വീട്ടിലേക്ക്? 3:30-4 മണിക്ക് വന്നു. എന്ത് തോന്നുന്നു? മോനിപ്പോ 6 വയസ്സായി. 6 വയസ്സല്ലേ ഉള്ളു. അതുപോലെ പോട്ടെ. ഇനി എന്തോ പ്ലാൻ. ഒന്നും ആയില്ലല്ലോ അല്ലേ? എങ്ങനെയുണ്ട് റിതപ്പന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ? കുഴപ്പമില്ല. നന്നായിട്ട് പോകുന്നു. ഗിഫ്റ്റ് കൊടുത്തു. എന്താ ഗിഫ്റ്റ് കൊടുത്തേ മോന്? അവന് ടോയ്സ് കൊടുത്തു. ഇഷ്ടപ്പെട്ടോ റിതപ്പ? ഇതാരാ? കുഞ്ഞമ്മയാണോ? വല്യമ്മ. ആ വല്യമ്മ. വല്യമ്മ എന്ത് ഗിഫ്റ്റാ തന്നേ? കാർ. ഇഷ്ടപ്പെട്ടോ കാറ്? ആ ഇഷ്ടപ്പെട്ടെ? എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാ? അറിയത്തില്ല. അറിയത്തില്ലേടാ. ഈ ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് ആർക്കൊക്കെ കൊടുക്കും? കിച്ചു ചേട്ടായിക്ക് കൊടുക്കുവോ? ആ കൊടുക്കും. കൊടുക്കണ്ട കേട്ടോ. കൊടുക്കും. ഞാൻ കൊടുക്കും. ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ആരാ? കിച്ചു ചേട്ടായി, കുഞ്ഞുടമയും അപ്പച്ചനും ആ ചേട്ടനും. എല്ലാരും ഇഷ്ടം. എന്നാൽ ഏറ്റവും ഇഷ്ടം ഫസ്റ്റ് ആരെയാ? ഫസ്റ്റ് ആർക്കാ? ഫസ്റ്റ് കിച്ചു ചേട്ടായി. ഫസ്റ്റ് കിച്ചു ചേട്ടായി. എന്റെ കിച്ചു ചേട്ടായി ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്റെ ചേട്ടനായതുകൊണ്ട്. ചേട്ടനായതുകൊണ്ടാണോടാ? ചേടാ, എനിക്കൊരു ചേട്ടനോടായി. ഇത് ചേട്ടനാണോ? അവന്റെ കുഞ്ഞു ചേട്ടൻ. ആ കുഞ്ഞു ചേട്ടൻ. അപ്പൊ ഈ വലിയ ചേട്ടൻ ആരാ? ഏറ്റവും ഇഷ്ടപ്പെട്ട കിച്ചു ചേട്ടായിക്ക് ഒരു ഉമ്മ കൊടുക്കാമോ? ഇഷ്ടായി. തുടച്ചു കളയുന്നവർ. ഇനി ബിഗ് ബോസ് കാണണ്ടേ? ആ എപ്പോഴാ തുടങ്ങുന്നേ? 9 മണിക്ക്. 9 മണിക്ക് തുടങ്ങും. മോൻ്റെ ഇരുന്ന് കാണുവോ? ആ എല്ലാ ദിവസവും കാണുവോ? ആ
ആ ഇഷ്ടമാണോ? ആ അമ്മ എങ്ങനെയുണ്ട് കളിക്കുന്നേ? അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടോ? ആ ഇഷ്ടപ്പെട്ടോ? ആ അമ്മ കരയൊക്കെ ചെയ്തല്ലോ ഇടയ്ക്ക്. അത് ചുമ്മാ. ചുമ്മാ അത് ചുമ്മാ അല്ലേ? ആ അപ്പം നമ്മുടെ ഋതപ്പൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ആ എല്ലാവരും ഋതപ്പനെ വിഷ് ചെയ്യണം. പറഞ്ഞേ, എല്ലാവരും എന്നെ വിഷ് ചെയ്യണം എന്ന്. എല്ലാവരും എന്നെ വിഷയം വിഷ് ചെയ്യണം. ഋതപ്പൻ 6ാം ക്ലാസ്സിലായി. അയ്യോ 6ാം ക്ലാസ്സിലെന്ന്. ഋതപ്പന് 6 വയസ്സായി. 1ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ. ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കുക? ABCD കഴിക്കുന്ന അയ്യോ ABCD ഇതൊക്കെ പഠിച്ചു ഋതപ്പൻ? പഠിക്കുന്ന മിടുക്കൻ കുട്ടനാണോ ഋതപ്പൻ? ആണ്. അമ്മേന്റെ ഇത് കാണുന്നെങ്കിൽ അമ്മയടുത്ത് പറഞ്ഞേ ഐ മിസ് യു അമ്മ എന്ന് പറഞ്ഞേ. ബൈ മിസ് യു അപ്പ. അച്ചടാ, ഒരു ഉമ്മ തരുവോ? ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ടാറ്റ പറ. ടാറ്റാ.